KSU അക്രമരാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് തുടരുന്നതിന്റെ ഉദാഹരണമാണ് കലാലയങ്ങളിൽ അടുത്ത കാലത്ത് നടന്ന അക്രമങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത് തടയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തളിപ്പറമ്പ് തൃച്ചംബരത്ത് സ്ഥാപിച്ച ധീരജ് രാജേന്ദ്രൻ സ്മാരക ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ധീരജ് രാജേന്ദ്രന്റെ കൊലപാതകത്തിന് ശേഷം അരുംകൊല ന്യായീകരിക്കാനും കൊലയാളികളെ പിന്തുണക്കാനും തയ്യാറായതിലൂടെ അത്രമാത്രം ക്രിമിനൽവൽക്കരിക്കപ്പെട്ടതാണ് കോൺഗ്രസ് നേതൃത്വമെന്ന് തെളിഞ്ഞു. കേരളത്തിലെ കലാലയങ്ങളിൽ നിരവധി SFI പ്രവർത്തകർ കൊലക്കത്തിക്കിരയായി ജീവൻ നഷ്ടമായി. ഇതിൽ മഹാഭൂരിപക്ഷവും KSUവിന്റെ കൊലക്കത്തിക്കിരയായാണ് മരിച്ചത്. ഓരോ മരണത്തിലും നാടാകെ വേദനിച്ചു. എന്നാൽ ഒരു ഘട്ടത്തിൽ പോലും അരുത് എന്ന് പറയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല. ഈ മനോഭാവം മാറുന്നില്ല എന്നതിന് തെളിവാണ് കലാലയങ്ങളിൽ അക്രമങ്ങൾ തുടരുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വിവിധ കലാലയങ്ങൾ വിവിധ വിദ്യാർത്ഥികളുടെ കൂടിച്ചേർന്നുകൊണ്ടുള്ള പരിപാടികൾ എല്ലാം അലങ്കോലമാക്കാനുള്ള നീക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴൊന്നും അരുത് എന്ന് പറയാൻ ഒരു രാഷ്ട്രീയ നേതൃത്വം ഇവിടെയില്ല. അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്, വീണ്ടും പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ നാട് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ധീരജിന്റെ തൃച്ചംബരത്തെ വീടിന് സമീപത്ത് വാങ്ങിയ സ്ഥലത്ത് രക്തസാക്ഷി കുടീരത്തിനോട് ചേർന്നാണ് പഠന ഗവേഷണ കേന്ദ്രം നിർമ്മിച്ചത്. മുൻകാല SFI പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഗ്രാൻമയുടെ നേതൃത്വത്തിൽ 1500 ചതുരശ്ര മീറ്ററിൽ ഒറ്റനിലയിൽ പ്രീ ഫാബ്രിക്കേറ്റ് മാതൃകയിലാണ് സ്മാരക മന്ദിരം നിർമ്മിച്ചത്. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ലൈബ്രറി, പഠനമുറി എന്നിവയുൾപ്പെടെയുള്ളതാണ് സ്മാരക മന്ദിരം. കേരളത്തിലെ കലാലയ മാഗസീനുകൾ, ചരിത്ര ഗവേഷണ വിദ്യാർത്ഥികൾക്കുള്ള റഫറൻസ് ലൈബ്രറി സൗകര്യം എന്നിവയും ഇവിടെ ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം വലിയ LED വാളിൽ SFIയുടെ ചരിത്രം, ഇന്ത്യയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ചരിത്രം, രക്തസാക്ഷി ധീരജിന്റെ ഹ്രസ്വ വീഡിയോ ചിത്രം എന്നിവയും പ്രദർശിപ്പിക്കുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KK ശൈലജ MLA, MV ജയരാജൻ, TV രാജേഷ്, K സന്തോഷ്, ജെയിംസ് മാത്യു, PM ആർഷോ, K അനുശ്രീ, ധീരജിന്റെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.